നമസ്കാരം. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിനു പിന്നാലെ ഗസയിലും വെടിനിർത്തുമെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചക്കകം വെടിനിർത്തൽ വാർത്ത കേൾക്കാം എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഗസക്കാർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പട്ടിണി കാരണം നൂറുകണക്കിന് പേർ മരിക്കുകയാണ് അവിടെ. ഭക്ഷണ വിതരണ കേന്ദ്രം മരണക്കെടിയാകുന്ന കാഴ്ച. ഗസയിലെ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം നേടാതെയാകും നെതന്യാഹുവിൻ്റെ പിന്മാറ്റം. ഇസ്രായേലിൽ അഴിമതി കേസിൽ നെതന്യാഹുവിൻ്റെ വിചാരണ തുടങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. മെയ് 27 മുതൽ ജൂൺ 28 വരെയുള്ള കണക്കെടുത്താൽ ഭക്ഷണത്തിന് വരിനിന്ന 550-ലധികം പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും സംയുക്ത മരണക്കെടിയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ കേന്ദ്രങ്ങൾ. 3500-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. UN നടത്തിയ 400 സമൂഹ അടുക്കള വഴിയായിരുന്നു ഗസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്തിരുന്നത്. അവ പൂട്ടിയാണ് GHF വെറും 4 ഇടങ്ങളിൽ സഹായ വിതരണ കേന്ദ്രങ്ങൾ തുറന്നത്. കിലോമീറ്ററുകൾ നടന്ന് ഒരു നേരത്തെ ആഹാരത്തിനായി ഇവിടെ എത്തുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വെടിവെച്ചു കൊല്ലുകയാണ് സയനിസ്റ്റ് സേന. GHF കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ 550-ലധികം പേരെ കൊന്നത് ബോധപൂർവമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇസ്രായേലി പത്രമായ ഹാരിസ് പുറത്തുവിട്ടു. വിശന്ന വയറുമായി വരുന്ന നിരായുധരായ ആൾക്കൂട്ടങ്ങളെ ലക്ഷ്യമിട്ട് വെടിയുതിർക്കാൻ IDF ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടതായി സൈനികർ തന്നെ ഹാരിസിനോട് തുറന്നു പറഞ്ഞു. സൈന്യത്തിന് യാതൊരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല. ഈ സമയത്തായിരുന്നു ഈ കൂട്ടക്കൊലകൾ. ഹമാസിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം എന്ന ഇസ്രായേലിൻ്റെ പച്ചക്കള്ളങ്ങളെ ഈ റിപ്പോർട്ട് തള്ളുന്നു. ഗുരുതരമായ ഈ യുദ്ധക്കുറ്റങ്ങൾ വെളിച്ചത്തായിട്ടും US-നും ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കും ഒരു കുലുക്കവുമില്ല. GHF കേന്ദ്രങ്ങളിലെ കൂട്ടക്കൊലക്കു പിറകെ വംശഹത്യയുടെ മറ്റൊരു രൂപവും പുറത്തു വന്നിരിക്കുകയാണ്. പട്ടിണി കിടക്കുന്ന ഫലസ്തീനികൾക്ക് സഹായമായി വിതരണം ചെയ്ത ധാന്യപ്പൊടികൾ അടങ്ങിയ ബാഗുകളിൽ മയക്കുമരുന്ന് ഗുളികകൾ കണ്ടെത്തി. ഓക്സിഡോഡോൺ ഇനത്തിൽപ്പെട്ട ലഹരി വസ്തു പൊടിച്ചും പൊടിക്കാതെയും മാവിൽ ലയിപ്പിച്ച നിലയിലാണ് വിതരണം ചെയ്തിരുന്നത്. അമിതമായി ഉള്ളിലെത്തിയാൽ ചിലപ്പോൾ ജീവൻ പോലും അപകടപ്പെടുത്തുന്നതാണ് ഈ മയക്കുമരുന്ന്. ഫലസ്തീനികളെ കൊല്ലാൻ എല്ലാ വഴിയും അന്വേഷിക്കുകയാണ് ഇസ്രായേൽ. ഗസയിൽ സകല തന്ത്രങ്ങൾ പയറ്റിയിട്ടും ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ഞെട്ടിച്ച് ഹമാസിൻ്റെ പ്രത്യാക്രമണം നടന്നു. ഇസ്രായേലിൻ്റെ സൈനിക വാഹനത്തിൽ സ്ഫോടനം നടത്തി 7 സൈനികരെയാണ് ഹമാസ് ഇല്ലാതാക്കിയത്. ഇസ്രായേൽ സൈനികരെ ആക്രമിക്കുന്ന പുതിയ ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടു. 1.5 വർഷമായി തുടരുന്ന ഈ യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി നെതന്യാഹു പറയുന്നത് ഹമാസിൻ്റെ ഉന്മൂലനമാണ്. അത് സാധ്യമാകില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി കേസുകളിൽ വിചാരണ തുടങ്ങുകയാണ്. കുറ്റം തെളിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും നെതന്യാഹു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന ആരോപണം ശക്തമാണ്. ഈ വിഷയത്തിൽ നെതന്യാഹുവിനെ പിന്തുണച്ച് ട്രംപ് രംഗത്തു വന്നിരിക്കുന്നു എന്നതാണ് കൗതുകം. ഗസ വെടിനിർത്തൽ കരാറിന് നെതന്യാഹു വഴങ്ങാനാണ് ട്രംപിൻ്റെ നീക്കമെന്ന് ചിലർ കരുതുന്നു. ഇസ്രായേലിനെതിരായ 12 ദിന യുദ്ധം ഇറാൻ ഭരണകൂടത്തിന് സ്വന്തം ജനതയ്ക്കിടയിൽ വലിയ പിന്തുണ സമ്മാനിച്ചു. കൊല്ലപ്പെട്ട പ്രമുഖരുടെ സംസ്കാര ചടങ്ങ് ശനിയാഴ്ച നടന്നപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് സമ്മേളിച്ചത്. US ആക്രമണത്തിൽ ഇറാനിലെ ആണവ നിലയങ്ങൾ നശിച്ചിട്ടില്ല എന്ന പെൻറ്റഗൺ റിപ്പോർട്ടും പുറത്തായി. ഇറാനെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ പുതിയ ഓഫറുകൾ പ്രഖ്യാപിക്കുകയാണ് അമേരിക്കയെന്ന വാർത്തകളും വരുന്നു. ഇസ്രായേൽ ഒട്ടും സുരക്ഷിത ഇടമല്ല എന്ന ചിന്തയാണ് ഈ യുദ്ധം ഇസ്രായേലി ജനതയിലുണ്ടാക്കിയത്. അയൺ ഡോം അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് 30ഓളം പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 3200 പേർക്ക് പരിക്കേറ്റത് വേറെ. രാജ്യത്തെ ഏറ്റവും വലിയ ഗവേഷണ കേന്ദ്രമായ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തകർന്നു. ഹൈഫയിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയും നശിച്ചു. 1 ബില്യൺ ഷെക്കിലിൻ്റെ നഷ്ടമാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. വേൾഡ് വിത്തസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നും മീഡിയ 1 TV-യിൽ.